കശ്മീരിലേക്ക് വരുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, അതായത് നമ്മളിവിടെ വരുന്ന സമയത്തേ നമ്മുടെയൊക്കെ സിം കാർഡുകൾ എന്താണ് പ്രീപെയ്ഡ് സിം കാർഡുകളാണല്ലോ. കാശ്മീരിലേക്ക് വരുന്ന സമയത്ത് ആ സിം കാർഡ് ഇവിടെ വർക്ക് ചെയ്യൂല. അതായത് നമ്മൾ ജമ്മുവിലേക്ക് വരുമ്പോൾ പഞ്ചാബിലെ പത്താൻകോട്ട് ബോർഡറിന് ശേഷം നമ്മൾ സിം കാർഡുകൾ വർക്ക് ചെയ്യൂല. അതായത് ഡ്യൂ ടു സെക്യൂരിറ്റി വർക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് കാശ്മീരിലെ സിം എടുക്കണം. നമ്മളിവിടെ കാശ്മീരിൽ എത്തുന്ന സമയത്ത് സിം കാർഡ് എടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മളെ സിം കാർഡ് പോസ്റ്റ് പെയ്ഡ് ആക്കി വരാം. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഞാൻ പറയുന്നത് നമ്മളെ സിം കാർഡുകൾ ഒരു മാസത്തേക്ക് പോസ്റ്റ് പെയ്ഡ് ആക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സിം കാർഡുകളിലേക്ക് നാട്ടിലത്തെ നമ്പറുകളിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോളുകൾ കിട്ടും. അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് മാക്സിമം 600-700 രൂപ ഒരു മാസത്തെ ബില്ല് വരുള്ളൂ. ഒരു മാസം യൂസ് ചെയ്യുകയും ചെയ്യാം. അതിൽ നെറ്റ്ഫ്ലിക്സ് അത് ഇതാകുന്ന സാധനം കിട്ടുകയും ചെയ്യും. ഇവിടെ വരുന്ന എടുക്കുമ്പോൾ ഏകദേശം ഒരു 300-250 മുതൽ അത്ര ഓരോ ബാർഗെയിൻ സ്കില്ലിനനുസരിച്ചാണ്. 200 രൂപ എന്തായാലും മിനിമം കൊടുക്കണം. ആ റേറ്റിനനുസരിച്ച് എന്ത് ചെയ്യണം, നമുക്കൊരു സിം എടുക്കേണ്ടി വരും. അതിൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ സിം ഇവിടെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അതിന് നമുക്ക് ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മളെ സിം എന്ത് ചെയ്യും, നോർമൽ നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന പരിപാടി അത് സ്വിച്ച് ഓഫ് ആയിട്ടേ കാണിക്കുള്ളൂ. അപ്പോൾ അതിലേറെ ബെറ്റർ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളെ സിം കാർഡുകൾ പോസ്റ്റ് പെയ്ഡ് ആക്കി കാശ്മീരിലേക്ക് വരുമായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ പേഴ്സണൽ സജഷൻ. ഓക്കെ.